എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിന് മുന്നിൽ നിൽക്കുന്ന ഒരു പത്രസ്ഥാപനമാണ് ESP മീഡിയ. 2027 ESP മീഡിയ ഇതുപോലൊരു അവാർഡ് വെക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഫുൾ A+ മാർക്ക് നേടി സമ്മാനം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ആ സ്വയം എടുക്കുന്ന തീരുമാനങ്ങളിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ, നിങ്ങളുടെ പുറം ലോകം എന്ന് പറയുന്നത് വലിയ കാപട്യം നിറഞ്ഞ ഒരു ലോകത്തേക്കാണ് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുന്നത്. നിങ്ങൾ ഈ സ്കൂളിൽ നിന്ന് അറിവ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ തിരിച്ചറിവ് പഠിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുവാൻ കഴിയുന്ന നല്ല കുട്ടികളായി വളരട്ടെ എന്നും നിങ്ങൾക്ക് നേടി കിട്ടുന്ന ഈ അനുമോദന അവാർഡ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് പ്രകാശം നൽകുന്ന ഒന്നായി മാറട്ടെ എന്ന് ആശംസിക്കുകയും ഇതിന് പിന്നാലെ വരുന്ന നിങ്ങൾക്കും ഇത്തരം വേദികളിൽ അവസരം ഉണ്ടാകുന്നതിന് സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ESP മീഡിയ ഇത്തരത്തിലുള്ള അവാർഡുകൾക്ക് പ്രചോദനം നൽകുന്ന പ്രക്രിയയ്ക്ക് എല്ലാവരുടെ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ്. വെറുതെ ഒരു മൈക്കും നോക്കി അല്ലെങ്കിൽ വീഡിയോ എടുത്ത് നടന്ന ബ്ലോഗർ ആവില്ല. നല്ല കണ്ടന്റുകൾ കണ്ടെത്തണം. അതേപോലെ അതിന്റെ പ്രസന്റേഷൻ അതൊക്കെ ഇതിനകത്ത് വളരെ ആവശ്യമാണ്. കാരണം അവിടെ നമുക്ക് മത്സരമുണ്ട്, ഭയങ്കരമായ മത്സരമാണ്. ഒരുപാട് ബ്ലോഗർമാരുണ്ട്. വെറുതെ എന്താ പറയാ, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ വൈറലാകാൻ വേണ്ടി മാത്രം വീഡിയോ എടുത്തിട്ട് കാര്യമില്ല. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവണം. അപ്പൊ പഴയ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കത് എത്രമാത്രം സ്വീകാര്യമാകുമെന്ന് പറയാൻ കഴിയില്ല. മാർക്കോ സാർ ഇവർ സംസാരിച്ചപ്പോ സിദ്ദീഖ് പറഞ്ഞ എന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു ഈ സ്കൂളിൽ നിന്ന് 2 പ്രാവശ്യം എന്ന് പറഞ്ഞതിനെ പരാമർശിച്ചുകൊണ്ട് മാർക്കോ സാർ പറഞ്ഞു, നമ്മുടെ ഭൂതകാലത്തെ കുറിച്ച്, കഴിഞ്ഞു പോയ കാലങ്ങളെ കുറിച്ച് ഇതൊക്കെ പഠിക്കാനുള്ള താല്പര്യമുണ്ടാകും. ESP മീഡിയ നടത്തിയത് കണ്ണും നട്ടു ഞാൻ നോക്കിയിട്ടേ എന്റെ മനസ്സിൽ കൈമണി തന്നെ കൊല്ലാനീ വന്നു. പൂമാനമേ ഒരു രാഗമേഘം പൂമാനമേ ഒരു രാഗമേഘം കനവായി ഉയരാ ഒഴുവാഴകിയ പൂമാനമേ ഒരു രാഗമേഘം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? ESP എന്റെ സ്വന്തം പരിഗണന. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നോക്കിയോളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.